നമസ്കാരം സുഹൃത്തുക്കളെ. माइक दीजिए लेकिन बोलेंगे आप. माइक नहीं है सर. माइक तो चालू है. आप मान लीजिए लेकिन सदन की ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെപ്പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ നമുക്ക് നാണക്കേടാണ്. അയാൾക്കൊരു നാണമില്ല, പോട്ടെ. ഇയാളെപ്പറ്റി നിരന്തരം പറഞ്ഞ് നമുക്ക് തന്നെ നാണക്കേടാവുകയാണ്. എന്താ നാടകം കളിക്കുന്നത് നോക്കൂ. ഇവിടെ നിന്ന് എനിക്ക് നിങ്ങൾക്കും കേൾക്കാം അയാൾ പറയുന്നതും. അവിടെ ഈ പാർലമെൻറ്റിലെ സംഭവങ്ങൾ, അതായത് ചർച്ചയും മറ്റുമൊക്കെ അവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോക്സഭ ടി വിയാണ്. അപ്പോൾ അവർക്ക് ഇയാൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. പക്ഷേ അയാൾ അവിടെ നിന്നോട്ട് പറയുന്നത് എന്താണ്? മൈക്ക് ഓഫാണ്, ഞാൻ പറയുന്നതൊന്നും അവിടെ കേൾക്കുന്നില്ലെന്ന്. സ്പീക്കർ കൃത്യമായിട്ടും പറയുന്നുണ്ട്, എനിക്ക് കേൾക്കാം, ഞങ്ങൾക്കൊക്കെ കേൾക്കാം, രാഹുൽ ഗാന്ധി പറഞ്ഞോളൂ. പക്ഷേ അയാൾ സമ്മതിക്കത്തില്ല. അയാൾ പറയുന്നതായിട്ട് മൈക്ക് ഓഫാണെന്ന്. അയാൾ മൈക്ക് ഓഫാണ് എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം, നിങ്ങൾക്കും കേൾക്കാം. അപ്പോൾ അവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന സഭാ ടി വി അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈക്ക് ഓഫാണ്. എന്നിട്ട് ഉടായ്പ് കാണിക്കുന്ന നോക്ക്. ആ മൈക്ക് അയാൾ ഓഫ് ചെയ്യുന്നു, പിന്നെ ഓണാക്കുന്നു. കൊച്ചു പിള്ളേർ പോലും ഇത്തരം പരിപാടി കാണിക്കത്തില്ല. എന്തൊരു ഉടായ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നതിന് വേറെ തെളിവ് വല്ലതും വേണം. ഇയാളുടെ നിലവാരത്തെപ്പറ്റി പറയാതിരിക്കുകയാണ് വേദം. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള പൂമരൻ എന്ന് വിളിക്കുന്ന എം സ്വരാജ് ഉണ്ടല്ലോ, എം സ്വരാജൊക്കെ ഇയാളെ വെച്ച് നോക്കുമ്പം ഹൈ ക്ലാസ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇയാൾ വെറും ലോ ക്ലാസ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? എം സ്വരാജ് സ്ഥിരമായിട്ട് തൻ്റെ പ്രസംഗത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. അതിനായിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഷേക്സ്പിയറുടെ ചില ഉദ്ധരണികൾ എടുത്തുകൊണ്ട് വരും, ഷെല്ലിയുടെ എടുത്തുകൊണ്ട് വരും, നമ്മുടെ ഇവിടെ നിന്നാണെങ്കിൽ ബഷീറിൻ്റെ എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ തകഴിയുടെയോ MD വാസുദേവൻ നായർ പറഞ്ഞതോ അതുപോലുള്ള സംഗതികളൊക്കെ കൊണ്ടുവന്നിട്ട് ആദ്യം പുള്ളി അത് പറയും. അതിങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾ കേൾക്കുന്നവരെല്ലാം ഇങ്ങനെ സ്വാഗതം കേട്ടിരിക്കും. കാരണം ഇവരൊക്കെ അതിപ്രശസ്തരായിട്ടുള്ള വ്യക്തിയാണ്, അവരൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് പറഞ്ഞ് നമ്മളിങ്ങനെ കാഴ്ചക്കാരിങ്ങനെ അത് കേട്ടു, അതിലിങ്ങനെ കൊളുത്തി എന്ന് മനസ്സിലാവുമ്പോഴാണ് പിന്നെ ഇയാളുടേതായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞു വരുന്നത്. ഇത് ഇയാൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ട്, അയാൾ ഏത് ചർച്ച ഉണ്ടെങ്കിലും ഏത് പ്രസംഗം ഉണ്ടെങ്കിലും അയാൾ ആ പ്രസംഗത്തിൽ പ്രശസ്തരായിട്ടുള്ള ഒന്നിലധികം ആളുകളുടെ നോവലിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ പോയമോ കവിതയോ അതുപോലെ എന്തെങ്കിലും സാഹിത്യ കൃതികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പ്രശസ്തമായിട്ടുള്ള ഉദ്ധരണികൾ എടുത്തിട്ട് വീശി തരും. അതിനുശേഷം അയാൾ പറയുകയും ചെയ്യും. സ്ഥിരം പരിപാടിയാണ്. ഇതിൻ്റെ ഒരു ലോ ക്ലാസ് രീതി ഇവിടെ രാഹുൽ ഗാന്ധി പ്രയോഗിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഒരു ദിവസം നമ്മൾ കണ്ടതാണ്, ഇയാൾ കള്ളം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെയും MP മാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്താണ് കള്ളം? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടാണ് വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ച് എല്ലാവരും അവിടെ ചെന്നിട്ട് അവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയി അവർ പ്രതിഷേധ സമരം നടത്തി. യഥാർത്ഥത്തിൽ അവിടെ നടത്താൻ പാടില്ലാത്തതാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്ന്. ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ പോയി പ്രതിഷേധ സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വന്നിട്ട് ഇയാളെ അടക്കം എല്ലാവരെയും തൂക്കിയെടുത്തോട്ട് പോയി. നമ്മൾ കണ്ടിട്ടുണ്ട്, ആ സീൻ കണ്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ സീൻ. അപ്പോൾ ഇതിന് ശേഷം ഇയാൾ പത്രക്കാരെ കണ്ടപ്പം ഇയാൾ പറഞ്ഞാണെന്നറിയോ, എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ എൻ്റെ ചെവി പറഞ്ഞു മോദിയെ താഴെ ഇറക്കണമെന്ന്. അതായത് മോദിയെ താഴെ ഇറക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ നമ്മളാരും വകവെക്കത്തില്ല, വിശ്വസിക്കത്തില്ല. അതിനു പകരം എന്നോടൊരു പോലീസുകാരൻ പറഞ്ഞു എൻ്റെ ചെവിയിൽ മോദിയെ താഴെ ഇറക്കണമെന്ന്. രണ്ടാമത്തെ കേൾക്കുക, കഴിഞ്ഞ ദിവസത്തെയാണ്. അയാളോടൊരു വിദ്യാർത്ഥിനി സംസാരിച്ചു രാഹുൽ ഗാന്ധിയോട്. അപ്പോൾ ആ വിദ്യാർത്ഥിനി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്രേ, മോദിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരൊക്കെ വിഡ്ഢികളാണ് എന്ന്. ഇവർ വേറൊരു രീതിയിലാണ് അന്ധഭക്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. അതായത് കേവലം 12-13 വർഷം മാത്രമേ അയാളൂ മോദിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്ത് കൊടുത്തിട്ടിരിക്കും. അപ്പോൾ അവരൊക്കെ അന്ധഭക്താണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി 10-60 വർഷത്തോളം കോൺഗ്രസിന് നിരന്തരമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരെ എന്ത് വിളിക്കും? എന്ന് പറഞ്ഞതാ, എന്ത് വിളിക്കണം? അപ്പോൾ ആ വിദ്യാർത്ഥിനി പറഞ്ഞത്രേ, മോദിയുടെ പിന്താങ്ങുന്നവർ അല്ലെങ്കിൽ മോദിക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ വിഡ്ഢികളാണ് എന്ന് പറഞ്ഞത്. ഇയാൾക്ക് വേണമെങ്കിൽ ഞാൻ വിളിച്ചോ, ഇയാൾ മോദിയെയോ അല്ലെങ്കിൽ മോദിയുടെ ആളുകളെയോ മോദിക്ക് വോട്ട് ചെയ്യുന്നവരെയൊക്കെ വിഡ്ഢികളെ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് വിളിക്കാം, ഒരു കുഴപ്പമില്ല, അയാൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ ഞാനോ നിങ്ങളൊക്കെ വേറെ വേണിയെന്ന് എപ്പോഴും വളാവളാണ് നമുക്കിങ്ങനെ ഒരു ഫീൽ വരുവേ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് അയാൾ ഏതോ ഒരു വിദ്യാർത്ഥിനിയെ കൂട്ടുപിടിച്ചിട്ട് ആ വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞു എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ ഉടായ്പ്. ഇനി മൂന്നാമത്തെ ഉടായ്പ് കേൾക്കണം. അമിത്ഷാ പോലീസിനെ വിളിച്ചിട്ട്, അതായത് ഫോണിൽ പോലീസിനെ വിളിച്ചിട്ട് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിടുന്നത് ഒരാൾ കണ്ടു കേട്ടു അയാൾ എന്നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടു എന്നല്ല പറഞ്ഞു, ഒരാൾ കണ്ടു കേട്ടു അയാൾ എന്നോട് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഈയൊക്കെ പറഞ്ഞുകൂടെ? ഞാൻ കേട്ട്. ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. ഒരു പ്രശ്നം വരുമ്പോൾ ആഭ്യന്തരമന്ത്രി പോലീസിനെ വിളിക്കും, സ്വാഭാവികമാണ്. അതെല്ലാ ആഭ്യന്തരമന്ത്രിമാരും അങ്ങനെ തന്നെയാണ്. ഇനി ഇയാൾ കണ്ട് കേട്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പപ്പു ആണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് തന്നെ അവന് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ഇത് തന്നെ. അതിന് പകരം അയാൾ പറഞ്ഞു വെച്ചാൽ എന്നറിയോ, അമിത്ഷാ ഫോണിലൂടെ പോലീസിന് ഓർഡർ കൊടുക്കുന്നത് അത് വേറൊരാൾ കേട്ടു കണ്ടു അയാൾ എന്നോട് പറഞ്ഞു.
അപ്പോൾ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചാലായില്ലേ? എത്ര ലോ ക്ലാസ് പരിപാടിയാണ് ഇയാൾ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഇയാളെയും നമ്മുടെ എം സ്വരാജിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? എം സ്വരാജ് ആ കാര്യത്തിലൊക്കെ ഹൈ ക്ലാസ്സാണ്. എം സ്വരാജ് ഒന്നുമില്ലെങ്കിലും ഷേക്സ്പിയർ, ഷെല്ലി, ബഷീർ പോലുള്ള ആളുകളുടെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എടുത്തിട്ടാണ് പറയുന്നത്. ഇത് നമുക്കാർക്കും അറിയാത്ത ഒരു പോലീസുകാരൻ എൻ്റെ ചെവി പറഞ്ഞു, ഒരു വിദ്യാർത്ഥിനി എൻ്റെ ചെവി പറഞ്ഞു, അത് കേട്ട് നിന്ന ഒരാൾ എന്നോട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ ഉണ്ണാക്കാൻ എങ്ങാനും നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. സത്യം, നമ്മൾക്ക് പ്രബുദ്ധതയുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് മലയാളിക്ക്. കാര്യം ഈ പപ്പുവിനെ ആദ്യം തന്നെ മനസ്സിലാക്കിയവരാണ് വടക്കേ ഇന്ത്യക്കാർ, അഥവാ നമ്മളൊക്കെ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാർ. അതുകൊണ്ടാണ് ഇയാളെ ഈ അധികാരത്തിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കാതെ അവർ മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ കേരളക്കാരെന്താ ചെയ്യുന്നത്? 19 സീറ്റും എടുത്ത് കൊടുത്തേക്കുക, അല്ലെ ഇത്തവണ 18 സീറ്റും എടുത്ത് കൊടുത്തേക്കുക. അപ്പോൾ ഈ പ്രബുദ്ധതയിലും വിദ്യാഭ്യാസത്തിലും അതും വിവരവുമായിട്ട്, ലോകപരിചയമായിട്ട്, സാമാന്യബോധമായിട്ട് ഇതൊന്നും ബന്ധമില്ല എന്നതിന് വേറെ തെളിവല്ല വേണം.